പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്ത കർത്താവ് ആകുന്നത് പോലെ നിങ്ങളുമാകുവാൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ. ഒന്ന്, കൊലോസ്യ ലേഖനം 3:12 കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. 2, 1 പത്രോസ് ലേഖനം 1:16 ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 13:34 ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങളും സ്നേഹിക്കണം. വീണ്ടും നാം കാണുന്നത് മത്തായി സുവിശേഷം 5:48 നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഇവിടെ ക്ഷമ വന്നു, വിശുദ്ധി വന്നു, സ്നേഹം വന്നു, പൂർണ്ണത വന്നു എന്നാണ് പ്രിയമുള്ളവരെ നമ്മളെ കുറിച്ചുള്ള യഥാർത്ഥ ദൈവികതം. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു ചിന്ത 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അറിവല്ല നമുക്കുണ്ടാകേണ്ടത്, ഒരു തിരിച്ചറിവാണ്. എന്താണ് ആ തിരിച്ചറിവ് നമ്മളെ വെളിപ്പെടുത്തുന്നത്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവികതം. നാം തിരുവഴുത്തുകൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അന്യോന്യം ചെയ്യുവാനുള്ള ചില കടമകൾ അല്ലെങ്കിൽ കടപ്പാടുകൾ, ഉത്തരവാദിത്തങ്ങൾ, ആ ഒരു ദൈവിക ആഹ്വാനം ഏറ്റെടുക്കുവാൻ ഇന്ന് പലക്കാലം നമുക്ക് സന്നദ്ധരായി തീരാം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം കർത്താവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. കർത്താവ് ജീവിച്ച പോലെ, കർത്താവ് പ്രവർത്തിച്ചതുപോലെ, കർത്താവ് ഈ ഭൂമിയിൽ നടന്നതുപോലെ, കർത്താവ് ഈ ഭൂമിയിൽ പിതാവിന്റെ ഇഷ്ടം വെളിപ്പെടുത്തിയതുപോലെ നാമും പുത്രനെ പോലെ ആകുവാൻ, അതാണ് നമ്മളെ കുറിച്ചുള്ള അത്യധികമായ ദൈവവിളി. ആ വിളിയെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നത് അത് സ്വർഗീയമായ വിളിയാണ്. വീണ്ടും അത് പറയുന്നു, പരമവിളി, ഡിവൈൻ കോൾ. ഹെവൻലി കോൾ മാത്രമല്ല, ഉന്നത വിളിയാണ്, പരമവിളി. വീണ്ടും അപ്പോസ്തലൻ പറയുന്നത് വിശുദ്ധ വിളിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിച്ചവനൊരു ഉദ്ദേശമുണ്ട്, അവനെ പോലാകും. നമ്മുടെ ഈ പാഠഭാഗങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് കർത്താവുമായുള്ള നിങ്ങളുടെ ഒരു ഇഴയെടുപ്പം, വേർതിരിക്കാൻ കഴിയാത്ത ബന്ധം, കർത്താവുമായിട്ടുള്ള ഒന്നിച്ചുള്ള ഒരു ആത്മീയ നടപ്പ്, അതിനെയാണ് നമ്മുടെ സാക്ഷ്യമെന്നും നമ്മൾ കർത്താവിന്റെ സന്ദേശവാഹകരാണെന്നും നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ ലോകത്തിന്റെ പത്രങ്ങളെന്നും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്നും നിങ്ങൾ ക്രിസ്തു ശിഷ്യരെന്നും ലോകം അടയാളപ്പെടുത്തുന്നത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വി. കൊലോസ്യ ലേഖനം 3:12. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ക്ഷമിക്കണം. ക്ഷമിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഒത്തിരി വൈമനസ്യമുള്ള കാര്യമാണ്. കാരണം ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ക്ഷമിച്ചതുപോലെ. എങ്ങനെ കർത്താവ് ക്ഷമിച്ചു? കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അപ്പോൾ തന്നെ അത് മറക്കുകയും ചെയ്തു. ഒരിക്കലും നമ്മൾ തെറ്റ് ചെയ്യാത്തവർ എന്ന നിലയിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചു. ദൈവവചനത്തിൽ 2 ഈ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 8:12 ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. എബ്രായർ 10:17 ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയില്ല എന്നാണ് പ്രിയമുള്ളവരെ. പാപങ്ങളെയും അകൃത്യങ്ങളെയും ഓർക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവം ക്ഷമിച്ച പാപങ്ങളെ ദൈവം മറന്നു കളഞ്ഞു എന്നാണോ അതിന്റെ അർത്ഥം? ദൈവത്തിന് അതിനി ഓർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എല്ലാം അറിയുന്ന സർവ്വജ്ഞാനിയായ ദൈവം എന്ന നിലയിൽ അവിടത്തേക്ക് നാം ചെയ്ത പാപങ്ങളെല്ലാം അറിയാം. പക്ഷെ അവിടുന്ന് അത് എന്നേക്കുമായി മറന്നു കളയുവാൻ തീരുമാനിച്ചിരിക്കും. അവയെ പിന്നീട് ഒരിക്കലും നമുക്കെതിരെ കൊണ്ടുവരികയില്ല. അവയുടെ ഒരു കണക്കെഴുതി ദൈവം സൂക്ഷിക്കുന്നില്ല എന്ന് സാരം. ഇതാണ് കർത്താവ് നമ്മളോട് ക്ഷമിച്ച ക്ഷമ. ക്ഷമിക്കുന്നു, മറക്കുന്നു. പലപ്പോഴും നാം ക്ഷമിക്കും, പക്ഷെ അവസരം വരുമ്പോൾ നാം അത് ഓർക്കും. എന്നാൽ കർത്താവ് ക്ഷമിച്ച പോലെ നാം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, എന്നേക്കുമായി മറക്കുക അതൊരു ദൈവിക സ്വഭാവമാണ്. ഈ അന്യോന്യമുള്ള കാര്യങ്ങൾ നാം ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് ബൈബിൾ ആവർത്തിച്ച് പറയും. അവിടെ നാം കാണുന്നത് എല്ലാം പോലെ പോലെ പോലെ. കർത്താവ് ക്ഷമിച്ചതുപോലെ, കർത്താവ് വിശുദ്ധരായിരിക്കാൻ അതുപോലെ. ലേവ്യ പുസ്തകം 11:45 19:2 ദൈവം വിശുദ്ധനാകിയാൽ അതുപോലെ നിങ്ങളും. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം കർത്താവ് സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും സ്നേഹിക്കണം. ആ സ്നേഹം ജീവൻ നൽകിയ സ്നേഹമാണ്, പ്രാണനെ നൽകിയ സ്നേഹം. ഏത് മനുഷ്യന്റെ ജീവൻ അവന്റെ രക്തത്തിലാണ് ഇരിക്കുന്നത്. ജീവന്റെ ആധാരം എന്ന് പറയുന്നത് രക്തമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്നേഹം തന്റെ രക്തം ഒഴുക്കി നൽകി, ജീവനെ അർപ്പിച്ചു എന്ന് നമുക്ക് പറയും. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണ ആയിരിക്കുന്നത് പോലെ നിങ്ങളും അപ്രകാരം ഒരു പൂർണ്ണത, പെർഫെക്ഷൻ, നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഭാവങ്ങൾ, സേവനം ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആർദ്രത, നിങ്ങളുടെ കരുണ, അതെല്ലാം എപ്രകാരമായിരിക്കണമെന്ന് ബൈബിൾ വീണ്ടും വ്യക്തമാക്കും. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ. നിങ്ങളുടെ പിതാവ് നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യിക്കുന്നു, സൂര്യന്റെ വെളിച്ചം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നു, ശ്വസിക്കുവാൻ വായു എല്ലാവർക്കും സൗജന്യമാണ്, ഏറ്റവും വിലവെടുപ്പുള്ളതെല്ലാം സ്വർഗീയ പിതാവ് സൗജന്യമായി നൽകുന്നു. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 3:12-13 വാക്യം നമുക്ക് ഒരു കൂടെ വായിക്കാം. അതുകൊണ്ട് ദൈവത്തിന് വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാക്കാം. നമ്മുടെ ആ ജീവിത മാതൃക ലോകം കാണട്ടെ, സമൂഹം അറിയട്ടെ, നമ്മളിൽ കൂടി കർത്താവ് ജീവിക്കട്ടെ.